എല്ലാവർക്കും നമസ്കാരം. തുമ്മങ്കിൽ ഡയറി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ഒരുപാട് സങ്കടമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ, അതായത് പ്രത്യേകിച്ചും പ്രവാസികളൊക്കെയും മറ്റും വന്നിട്ട് ഒരുപാട് ആളുകൾ വന്ന് കുറേ പശുക്കളുടെ ഫാമാണ് ഇന്നിപ്പോൾ എല്ലാവരും പശുക്കളുടെ ഫാം, ഡയറി ഫാം യൂണിറ്റുകളാണ് തുടങ്ങുന്നത്. ഇവരൊരു 90% ഭയങ്കര നഷ്ടത്തിലേക്ക് വെറുതെ നഷ്ടത്തിലേക്ക് പോയില്ല, നഷ്ടത്തിൽ പോയി കൂപ്പ് കുത്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതായത് അവിടെ പോയി വളരെയധികം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിൽ തന്നെ ലോണും എടുത്ത് വളരെ ബുദ്ധിമുട്ടി ആണ് ഓരോ ഫാമുകൾ തുടങ്ങുന്നത്. ഈ ഫാമുകൾ തുടങ്ങിക്കഴിയുമ്പോഴേക്ക് ഇവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്കറിയാം. ഇത്രയും മറ്റും ലക്ഷക്കണക്കിന് കാശ് മുടക്കി ഈ കൗഷഡുകളൊക്കെയും മറ്റും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന് യാതൊരു പ്രയോജനവുമില്ല. അത് വെറുതെ അവിടെ കിടന്ന് നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. നമുക്കത് വെറും ഡെഡ് മണിയാണ്. ആയതിനാൽ എൻ്റെ പ്രിയ കർഷക സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഒരു 15 പശു, ഒന്നാമത്തെ കാര്യം, നമുക്ക് പശു വളർത്തലിൽ യാതൊരുവിധ അറിവുമില്ലാത്ത ആരും തന്നെ ഈ പശു വളർത്തൽ കയറി തുടങ്ങരുത്. ഇങ്ങനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സംരംഭമാണെങ്കിലും നമുക്കതിനെപ്പറ്റി ഒരുമാതിരി നല്ലൊരു അറിവുണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പം ഒരു 15 പശുവിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു പണിക്കാരൻ, ചിലർക്ക് ഒരു പണിക്കാർ പോരാ, 1-2 പണിക്കാരുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള തീറ്റപ്പുല്ലൊന്നും കാണത്തില്ല. ഈ തീറ്റപ്പുല്ല് കാശ് കൊടുത്തിറക്കുന്നു, പണിക്കാരുടെ മെയിൻ്റെനൻസ് പോകുന്നു, പശുക്കളെ നല്ല രീതിയിൽ കൂടെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയും മറ്റും വരുമ്പോഴേക്കും നമുക്ക് അങ്ങേയറ്റം നഷ്ടത്തിലേക്കേ പോവുള്ളൂ. അതായത് ഞാനിപ്പം പറയുന്നത് എൻ്റെ ഐഡിയ അനുസരിച്ചും ഞാനിപ്പം കണ്ടിരിക്കുന്നതും എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഞാൻ പറയുന്നത്, നമ്മളീ 15 പശുക്കളുടെ യൂണിറ്റ് തുടങ്ങുന്നതിനെ കഴിഞ്ഞും നല്ലത് നമ്മളൊരു 5 പശുവിൻ്റെ യൂണിറ്റ് തുടങ്ങുക. അതായത് നമുക്ക് തന്നെത്താൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ, നമുക്ക് തന്നെത്താനെ അവർക്ക് ആവശ്യത്തിനുള്ള പുല്ല് കളക്ട് ചെയ്ത് കൊടുക്കാം, അവരെ കറക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ മറ്റും പരിപാലിക്കാം. അതായത് നമ്മളെപ്പോഴും ഈ ഒരു പശുവിനെ വളർത്തി, പശു വളർത്തൽ അറിയത്തില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു പശുവിനെ വളർത്തി നമ്മളെക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരാവുള്ളൂ. അതായത് നമ്മൾ ഈ ഫീൽഡിൽ ന്യായമായ ഒരു അറിവ് സമ്പാദിച്ച് ന്യായമായ രീതിയിൽ കൂടെ കഷ്ടപ്പെടുവാൻ തയ്യാറുമായി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു 5-6 പശുവിൻ്റെ ഒരു യൂണിറ്റുള്ള ഒരു ഫാം നടത്തുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഒരു 1000 രൂപ വരുമാനം, അവരുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 1000 രൂപ വരുമാനം 365 ദിവസവും കിട്ടത്തക്ക രീതിയിൽ കൂടെയുള്ള ഒരു റൊട്ടേറ്റ് ചെയ്ത് ഓടിപ്പോകുവാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ വർഷവും അവരുടെ ബോണസ് എന്നുള്ളൊരു നിലയിൽ കൂടെ അവരുടെ കുറച്ച് ചാണകം നമുക്ക് വിൽക്കാൻ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഡയറിയെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ സൊസൈറ്റി പാലളക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ബോണസ് ഉണ്ടാകും. അതെല്ലാം കൂടി തന്നെ നമുക്കറിയാൻ പറ്റും, ഒരു 10-50,000 രൂപ നമുക്ക് അഡീഷണലായിട്ട്, അല്ലേ ഒരു 1,00,000 രൂപ അഡീഷണലായിട്ടും കൊണ്ട് നമുക്ക് കിട്ടും ഒരു വർഷം. അപ്പോൾ നമുക്കത് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാം. അതുകൊണ്ട് എൻ്റെ പ്രിയ കർഷക സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെ, എനിക്ക് ഒരു ദിവസം ഏകദേശം ഒരു 25 കോളെങ്കിലും വരുന്നുണ്ട്. അതിൽ കൂടുതലും പ്രവാസികളുടെയാണ്. എനിക്ക് സന്തോഷമാണ്. അവരൊക്കെയും മറ്റും നാട്ടിൽ വന്നിട്ട് കുറച്ച് പേരൊക്കെ പശു വളർത്തി പരാജയപ്പെട്ടു പോയവരുണ്ട്. കുറച്ച് പേർക്ക് പശുവിനെ കറക്കാൻ അറിയാം, വളർത്താൻ അറിയാവുന്നവരുണ്ട്. അവരൊക്കെയും മറ്റും ആഗ്രഹിക്കുന്നത്, അവരൊക്കെയും മറ്റും ഭയങ്കര മൃഗസ്നേഹികളാണ്. വളരെ സന്തോഷം. അവരൊക്കെയും മറ്റും പറയുന്നത്, അവർക്കൊക്കെയും മറ്റും വന്ന് നാട്ടിൽ വന്നിട്ട് അവർക്കൊരു ചെറിയൊരു ഡയറി ഫാം യൂണിറ്റ് തുടങ്ങാനാണ് അവരൊക്കെയും മറ്റും ആഗ്രഹിക്കുന്നത്. ഒത്തിരി നല്ലത്. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തത്തില്ല. നിങ്ങൾ ഒരുപാട് കർഷകർ നമ്മുടെ സമൂഹത്തിലുണ്ടാവണം. നിങ്ങളൊക്കെയും മറ്റും തിരിച്ചു വന്നിട്ട് നിങ്ങൾക്കൊക്കെയും മറ്റും ഇങ്ങനെ അറിവുകൾ സമ്പാദിച്ച് നമുക്ക് നല്ലൊരു പശുപരിപാലന രീതി നമുക്ക് തുടങ്ങാം. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇന്നിപ്പം എനിക്ക് കുറച്ച് നല്ല മോഴ പശുക്കൾ വന്നിട്ടുണ്ട്, കുറച്ച് നല്ല പാല് കൂടിയേനം പശുക്കൾ വന്നിട്ടുണ്ട്. ഞാൻ അവരുടെയൊക്കെ മറ്റും വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാൻ ഈ ചെയ്യുന്ന ഒരു സേവനത്തിന് നിങ്ങൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും എനിക്ക് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.
ഏകദേശം ഒരു 70% ആളുകളും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടിട്ട് വെറുതെ എൻ്റെ വീഡിയോസ് കാണുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കതറിയാൻ പറ്റും. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വീഡിയോസ് കണ്ടതിന് ശേഷം കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് വിടാതിരിക്കുക. വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. അതിൻ്റെ കാരണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും കിട്ടുകയുള്ളൂ. നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായിട്ടുള്ള നോട്ടിഫിക്കേഷനും കാണാം. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പശുക്കളെ കാണാം, വിൽപ്പനയ്ക്കുള്ള പശുക്കളെ കാണാം. നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് പശുക്കളെ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പശു, പോത്ത് എന്നിവയെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും എന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ ഓരോ വീഡിയോസ് അയച്ചു തരിക. ഞാനത് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് HFൻ്റെ പശുവാണ്. ഒരു ദിവസത്തെ പാലാണ് പറയുന്നത്. ഒരു ദിവസം 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. 3ാമത്തെ പ്രസവമാണ്. ഇവർ ചോദിക്കുന്ന 45 രൂപയാണ്. ഈ പശുവിന് ഒരു കാളക്കുട്ടിയുമുണ്ട്. ഇത് തിരുവനന്തപുരം ജില്ല, ആറ്റിങ്ങൽ, വളക്കാട്. ഈ പശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. നല്ല മോഴപ്പശുവാണ്. പ്രസവിച്ചിട്ട് 4 ദിവസമായി. ഇവർ 80,000 രൂപയാണ് ചോദിക്കുന്നത്. 5 ലിറ്റർ പാൽ അവർ കറന്ന് കളഞ്ഞു. ഈ പശു തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ, വളക്കാട് എന്ന സ്ഥലത്തു നിന്നുമാണ്. ഈ തന്നിരിക്കുന്ന ഈ 4 പശുക്കളുണ്ട്. 4 പശുക്കളും ഒരു ഫാമിലിയാണ്. അതിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഈ മോഴപ്പശു പ്രസവിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. അതിന് കുട്ടിയില്ല. അതിന് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന പാല് 11 ലിറ്റർ പാലാണ്. 2ാമത്തെ പ്രസവമാണ്. ഇതും തിരുവനന്തപുരം ജില്ല, ആറ്റിങ്ങൽ, വളക്കാട്. ഈ 4 പശുവും ഒരു ഫാമിലിയാണ്. ഈ മോഴപ്പശുവിനെ ശ്രദ്ധിച്ചോളുക. പ്രസവിച്ചിട്ട് 3 മാസമായി. അതിന് 2 നേരം കൂടെ 10 ലിറ്റർ പാല് കിട്ടുന്നു. ഈ എല്ലാ പശുവിൻ്റെയും കൂടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 4 പശുവും ഒരു ഫാമിലി തന്നെയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.